72-ലെ നിയമം മോദി സർക്കാർ എന്തുകൊണ്ട് ഭേദഗതി ചെയ്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ മലയോര ജനതയെ സംരക്ഷിക്കുന്നില്ല? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരം വൈദ്യുതി ലൈനുകളും കിടങ്ങുകളും നിർമ്മിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് BJP പറയുന്നല്ല, CAG റിപ്പോർട്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശപ്രകാരം ഈ രാജ്യത്തെ വന്യമൃഗങ്ങൾ സാധാരണക്കാരനായ കൃഷിക്കാരുടെ അടുത്തേക്ക് വരാതിരിക്കുവാൻ കിടങ്ങുകളും അതുപോലെ തന്നെ അവിടെ കമ്പിവേലികളും സ്ഥാപിക്കേണ്ട സൗരോർജ്ജ കമ്പിവേലികൾ സ്ഥാപിക്കേണ്ടത് പരാജയപ്പെട്ടു. കേരളം ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്തിട്ടില്ല. 72-ലെ നിയമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭേദഗതി ചെയ്യണം. ഈ സംസ്ഥാനം വനം വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ വൈദ്യുതി ലൈനും കിടങ്ങുകളും സ്ഥാപിക്കാൻ കേന്ദ്ര ഫണ്ട് കൃത്യമായി നൽകുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗം ഈ ഫണ്ടല്ല, ഒരു ഫണ്ടും കേന്ദ്രം കൊടുക്കുന്ന ഒരു ഫണ്ടും ഈ സംസ്ഥാന സർക്കാർ കൃത്യമായി ഉപയോഗിക്കുന്നില്ല. അപ്പുറമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കേരളം നേരിടുന്നത്. ഹാരിസ് BJP-യെ അതിൽ കമന്റ് ചെയ്യേണ്ടതുണ്ടോ? മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിൽ മതിയായ ജീവനക്കാരെ ഇന്നേ വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചിട്ടില്ല. മനസ്സിലാക്കൂ. കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പറയുന്ന പോലെ തോന്നുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നിയമമില്ലാത്തത് കൊണ്ടല്ല, കേന്ദ്ര ഗവൺമെന്റ് നിയമമില്ലാത്തത് കൊണ്ടല്ല.